ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിലൂടെ വിശുദ്ധ മരിയ ഗൊരേത്തിനെ കുറിച്ചാണ്. മരിയ ഗൊരേത്തിയുടെ പൂർണ്ണമായിട്ടുള്ള പേര് മരിയ തെരേസ ഗൊരേത്തി എന്നാണ്. ഈ പുണ്യാളത്തി നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരു ജീവിത മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു വിശുദ്ധയാണ്. പുണ്യാളത്തി ഇറ്റലിയിലുള്ള അങ്കോണ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1890 ഒക്ടോബർ 16 ജനിക്കുകയും 1902 ജൂലൈ 6 നെത്തൂണോ, റോമിനടുത്തുള്ള നെത്തൂണോ എന്ന് പറഞ്ഞ സ്ഥലത്ത് മരിക്കുകയും ചെയ്തു. പുണ്യാളത്തിയുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പേര്, അമ്മച്ചിയുടെ പേര് അസുന്ത എന്നും അപ്പച്ചൻ്റെ പേര് ലൂയിജി എന്നുമാണ്. പുണ്യാളത്തിക്ക് 9 വയസ്സുള്ളപ്പം പുണ്യാളത്തിയുടെ അപ്പച്ചൻ ലൂയിജി മരിച്ചുപോയി. അവരുടെ കുടുംബത്തിൽ 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3-മത്തെ ആയിരുന്നു വിശുദ്ധ മരിയ ഗൊരേത്തി. അപ്പച്ചൻ മരിച്ചതോടുകൂടി കുടുംബത്തിൽ വളരെയേറെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അങ്കോണയിൽ നിന്നും നെത്തൂണോ, റോമിനടുത്തുള്ള സ്ഥലത്തേക്ക് വരികയുണ്ടായി. അവിടെ ഒരു ഫാമിൽ അമ്മച്ചിയും ജോലി ചെയ്യുകയായിരുന്നു. അന്നേരം അവർക്ക് വലിയൊരു വീടില്ലായിരുന്നു. അത് ഒരു ഒറ്റ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട് ഷെയർ ചെയ്യാൻ വേണ്ടി വേറൊരു കുടുംബക്കാരും കൂടെ ഉണ്ടായിരുന്നു. ആ വീട്ടുകാരുടെ പേര് സെർനല്ലി എന്നായിരുന്നു. ആ വീട്ടിൽ അലക്സാന്ദ്രോ എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. അവന് 20 വയസ്സായിരുന്നു. അവൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മച്ചിക്ക് മാനസികമായിട്ട് സുഖമില്ലാതാകുകയും അതേപോലെ ആ കുടുംബത്തിൽ പലർക്കും മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. അമ്മ ആശുപത്രി വെച്ച് മരിക്കുകയും ചെയ്തു. പിന്നെ അപ്പച്ചനുമായിട്ടാണ് ഈ മരിയ ഗൊരേത്തി താമസിച്ചുകൊണ്ടിരുന്ന സെയിം വീട്ടിൽ തന്നെയായിരുന്നു ഈ അലക്സാന്ദ്രോ സെർനല്ലിയും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പച്ചൻ വളരെ മദ്യപാനിയായിരുന്നു. അലക്സാന്ദ്രോയുടെ അപ്പച്ചൻ വലിയ ഒരു മദ്യപാനിയും കൂടെ കൂടിയായിരുന്നു. ഈ അമ്മച്ചിയും പിള്ളേരൊക്കെ പാടത്ത് പണിക്ക് പോകുമ്പോൾ ഈ അലക്സാന്ദ്രോ പല പ്രാവശ്യവും വിശുദ്ധ മരിയ ഗൊരേത്തിനെ പാവം ചെയ്യാൻ വേണ്ടി പ്രലോഭിച്ചുകൊണ്ടിരുന്നു. പക്ഷെ മരിയ ഗൊരേത്തി എപ്പോഴും പറയുമായിരുന്നു, അത് പാവമാണ് അലക്സാന്ദ്രോ, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ പലപ്പോഴും മാറിപ്പോയിക്കൊണ്ടിരുന്നു. എന്നാലും അലക്സാന്ദ്രോ ഇവളെ ഒരിക്കലും വെറുതെ വിട്ടിരുന്നില്ല. ഇവളെ പാവം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അലക്സാന്ദ്രോ വന്ന് ഇവളെ പാവം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വിശുദ്ധ മരിയ ഗൊരേത്തി അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് അലക്സാന്ദ്രോ, അപ്പോൾ മരിയ ഗൊരേത്തിക്ക് 12 വയസ്സായിരുന്നു. അലക്സാന്ദ്രോയ്ക്കും ഏറെക്കുറെ 20 വയസ്സ്. അദ്ദേഹം കത്തിയെടുത്ത് ഇവിടെ കുത്തി. അങ്ങനെ 14 പ്രാവശ്യം കുത്തി. പക്ഷെ അവൾ പാവം ചെയ്യാൻ വേണ്ടി അവൾ സമ്മതിച്ചില്ല. പിന്നെ മരിയ ഗൊരേത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കടന്നപ്പോൾ ഡോക്ടർമാർ ഇവർക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ അനസ്തേസിയ പോലും കൊടുത്തില്ല. ആ വേദനയിൽ അവൾ അവിടെ കിടക്കുകയും ബോധം തെളിഞ്ഞപ്പോൾ അവൾ ആദ്യമായിട്ട് പറഞ്ഞത് അലക്സാന്ദ്രോട് ക്ഷമിച്ചെന്നാണ്. കൂടാതെ വിശുദ്ധ മരിയ ഗൊരേത്തി പറഞ്ഞത് അലക്സാന്ദ്രയെ സ്വർഗത്തിൽ വെച്ച് കാണുമെന്നും കൂടി പറയുകയുണ്ടായി. അലക്സാന്ദ്രയെ പിന്നെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ അലക്സാന്ദ്രോയ്ക്ക് അപ്പോൾ 20 വയസ്സുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അലക്സാന്ദ്രോ ഒരിക്കലും മാറിയില്ല. അലക്സാന്ദ്രോ പിന്നെയും ചീത്ത മനുഷ്യനായിട്ട് ജയിലിൽ ജീവിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 5 വർഷം കടന്നുപോയി. ആ സമയത്ത് ആണ് വിചിത്രമായ ഒരു സ്വപ്നം അലക്സാന്ദ്രയ്ക്ക് ഉണ്ടായത്. അലക്സാന്ദ്രോ സ്വപ്നത്തിൽ വിശുദ്ധ മരിയ ഗൊരേത്തിനെ കാണുകയും വിശുദ്ധ മരിയ ഗൊരേത്തി 5 ലില്ലിപ്പൂക്കൾ കൊടുക്കുന്നതുമായിട്ടാണ് അലക്സാന്ദ്രോ കാണുന്നത്.
ആ സ്വപ്നത്തിന് ശേഷമാണ് അലക്സാണ്ടർക്ക് വളരെയേറെ മനപരിവർത്തനം ഉണ്ടായത്. അലക്സാണ്ടറുടെ നല്ല ജീവിതം ജയിലിൽ പോലീസുകാർ കാണുകയും അങ്ങനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. സ്വതന്ത്രമാക്കുന്നതിന് മുമ്പ് അലക്സാണ്ടർ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അസുന്തയുടെ അടുത്ത് ചെന്നിരുന്നപ്പോൾ വിശുദ്ധ മരിയഗൊരേത്യയുടെ അമ്മ പറഞ്ഞു, എന്റെ മകളും ക്ഷമിച്ചു, ദൈവവും ക്ഷമിച്ചു, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും ക്ഷമിച്ചുകൂടാ എന്നു. അലക്സാണ്ടർ ആദ്യമായി പള്ളിപ്പോവുകയും കുമ്പസാരിക്കുകയും അതോടൊപ്പം ദീപികാരുണ്യം അമ്മ അസുന്തയോടൊപ്പം ദീപികാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1950 വിശുദ്ധ മരിയഗൊരേത്തി വിശുദ്ധയായി. അലക്സാണ്ടർ 1970 മരിക്കുകയും ചെയ്തു. കൂടാതെ അലക്സാണ്ടർ സെർനല്ലി കപ്പുച്ചന്മാരുടെ സഭയിൽ ചേരുകയും അവിടെ ഒരു ബ്രദറായിട്ട് നിൽക്കുകയും ചെയ്തു. അവിടെ സഭയിൽ നിന്നപ്പം സ്കൂളിന്റെ ഗേറ്റ് തുറക്കാനും ഗാർഡനിലൊക്കെ പണി നോക്കുവാനായിട്ട് ഒരു ബ്രദറായിട്ടാണ് അലക്സാണ്ടർ നിന്നിരുന്നത്. ആ സ്കൂളിലെ പിള്ളേർ അലക്സാണ്ടറെ സ്നേഹം കൊണ്ട് അങ്കിൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് വിശുദ്ധ മരിയഗൊരേത്തിയുടെ തിരുശേഷിപ്പ് വെച്ചേക്കുന്ന പള്ളിയാണ് കാണുന്നത്. അതൊരു സമുദ്രതീരത്തിനടുത്താണ്. അത് നെറ്റൂൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് കുറച്ചും കൂടെ പോയാലാണ് മരിയഗൊരേത്തി താമസിച്ചിരുന്ന വീട് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് രണ്ടാമത്തെ ഭാഗത്ത് വിശുദ്ധ മരിയഗൊരേത്തി അലക്സാണ്ടർ സെർനല്ലിയൊക്കെയായിട്ട് താമസിച്ചിരുന്ന വീടും കാണാം. അവിടെ നിങ്ങൾക്ക് മരിയഗൊരേത്തിനെ കുത്തിക്കൊന്ന സ്ഥലവും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ.